കാണാതായ പത്തനംതിട്ട കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിനായി വനത്തിൽ തെരച്ചിൽ തുടരുന്നു. കെടാവർ നായ്ക്കളെയും ഡ്രോണുകളും ഉപയോഗിച്ചാണ് പരിശോധന. 8 ദിവസം മുമ്പാണ് മോഹൻദാസിനെ കാണാതായത്. പ്രസാദ് MG ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും 8ാം ദിവസവും ഈ മോഹൻദാസിനായി വനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. കെടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ഈ കാട്ടാത്തിപ്പാറയിൽ പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം ഒരു 45 കിലോമീറ്റർ കോന്നിയുടെ ഉൾവനത്തിലാണ് ഈ കാട്ടാത്തിപ്പാറ ഈ ഉന്നതിയും സ്ഥിതി ചെയ്യുന്നത്. 45 ആദിവാസികളാണ് അവിടെ ഉന്നതിയിലുള്ളത്. അതിൽ ഊരുമൂപ്പനാണ് മോഹൻദാസ്. അപ്പൊ ഇദ്ദേഹം വീട്ടിലെന്തോ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ പോലും എടുക്കാതെയാണ് ഈ ഉൾവനത്തിലേക്ക് പോയത്. സാധാരണഗതിയിൽ ഇവര് ഉൾവനത്തിലേക്ക് തേനും മറ്റും വനത്തിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന എന്ന ഒരു ധാരണയിലായിരുന്നു വീട്ടുകാരിരുന്നത്. പക്ഷെങ്കിൽ തിരിച്ച് വരാത്തതിനെ തുടർന്നാണ് ഈ ഉന്നതിയിലും നാട്ടുകാരും ബാക്കി വനപാലകരും പോലീസും ഒക്കെ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ മോഹൻദാസിനെ കാണാത്തതിൽ ഏറെ ആശങ്കയുണ്ട്. ചില അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു സമീപവാസിയുമായി ഒരു അയൽത്തുകാരുമായി ഒരു തർക്കമുണ്ടായപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്നും അതിനിൽ ഭയന്നാണ് ഉൾവനത്തിലേക്ക് പോയെന്നുള്ള ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്ഥലം MLA കൂടിയായിട്ടുള്ള കെ ജനീഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുള്ള കണ്ടാർ വിഭാഗത്തിൽപ്പെട്ട നായയും ഡ്രോണും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തിയുള്ളവളാണ് ഈ കാട്ടാത്തിപ്പാറയിലേക്ക് ഇനിയും ഈ മോഹൻദാസിനെ തെരച്ചില് ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നത്. ശരി, ഏതായാലും പത്തനംതിട്ട കാട്ടാത്തി ഉന്നതിയിലെ കാണാതായ ഊരുമൂപ്പനായി തെരച്ചിൽ തുടരുകയാണ്. കെടാവർ നായ്ക്കളെ ഡ്രോണുകളും ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. 8 ദിവസം മുമ്പാണ് മോഹൻദാസിനെ കാണാതായത്. പ്രസാദ് MG ആണ് വിവരം നൽകിയത്.